വരുന്നേ, ആരാ? ഭഗവാനെ, ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? തുറക്കാൻ. എല്ലാം ക്യൂറായി, പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞോണ്ട് മാത്ര അവളൊരു പാവായിപ്പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു, തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരെ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ, പിന്നെ അല്ലാതെ ആരെയാ? ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്ന. നിനക്ക് കാണുന്നവരൊക്കെ പാവാ, ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും. എന്താലേ, എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്താ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ, ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അത് തന്നെ അതങ്ങ് കൊടുത്തേക്ക് പോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ? പെറ്റീഷൻ കൊടുത്ത പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ടടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡ്ഡുവോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ആഗ്രഹമില്ലഞ്ഞിട്ടാണോ കുട്ടിയെ? അവിടെയുള്ള ആളിന്റെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ? വാദിക്കാവുന്നിടത്തോളം ഞാൻ വാദിച്ചു നോക്കി, ഒരു കുലുക്കം ഇല്ല. മുത്തശ്ശി കാണാൻ കൊതിയാവുന്ന ഗുരുക്കളമ്മവ. മുത്തശ്ശിക്ക് സുഖാണോ? മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നു അമ്മാവ. അയാളൊന്ന് നേരിട്ട് കാണാൻ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇവിടെ ഇല്ല. ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടോളാം. അത് ഇന്ന് ഓഫീസിലുണ്ടാവില്ല, 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് ഇനി എത്ര വൈകിയാലും സാരില്ല. വിശ്വനാഥൻ വന്ന് കണ്ടിട്ടേ ഗുരുക്കളമ്മാവൻ മടങ്ങുള്ളൂ. പോരെ, സന്തോഷായില്ലേ? ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണലത. കാര്യം നടക്കണമെന്ന് വെച്ചാൽ കാര്യം സോപ്പിട്ടോളൂ.
കാലേ വീഴൂ, കാലേ വീഴൂ. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കൂ. മുത്തശ്ശി, എഴുന്നേൽക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. സമാധാനായില്ലേ? എഴുന്നേൽക്കൂ. ഇല്ല മുത്തശ്ശി, ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല. എഴുന്നേക്ക് ചേട്ടാ, എന്താ ഇത്? നിങ്ങൾക്കറിയോ, മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ, ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു. ഭൂമി ദേവിയോളം ക്ഷമയുള്ള ഈ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ അടിച്ചെന്റെ ഷേപ്പ് മാറ്റനല്ലേ? മതി മോനെ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി. അങ്ങനെ പറയരുത് മുത്തശ്ശി, ഞാനാണ് തെറ്റുകാരി. തെറ്റുകാരൻ? മുത്തശ്ശിക്ക് അറിയോ? വേണ്ട മോനെ, ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം. ഊണിന് എന്തൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട് മോനെ. മോനെ എല്ലാം അറിയാലോ. നൃത്തം, സംഗീതം, പാചകം. പാചകം? അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി, ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല. ഹോ, എന്തൊരു സ്വാദ്! മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, കറികൾക്കൊക്കെ തേങ്ങ ചിരകിയത് ഞാനാ. ആ, തേങ്ങ നല്ലപോലെ ചെറിയതുണ്ടാവണം, കൂട്ടൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നല്ലേ രീതി ചോറ ഇത്. ആ, മതി വിളമ്പട്ടെ. മതി മതി. വേഗം കഴിക്കു ചേട്ടാ, ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തൂ. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? ഇപ്പൊ പോവേ, നല്ല കഥയായി. ഇവിടെ ആദ്യമായി വന്നിട്ട്. അത് ശരിയാ, മുത്തശ്ശി നിർബന്ധിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ? എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ. എന്ത് പറഞ്ഞാലും ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം, അല്ലേ ഗുരുക്കളെ? എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. മാങ്ങാത്തൊലി. അതിനിപ്പോ ഞാൻ എവിടെ പോവാനാ? ഉപ്പ് വാങ്ങാ മതിയോ? എന്നാൽ ഇത്രയും നല്ലൊരു ചുണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ. മുത്തശ്ശിക്ക് സമാധാനായി. ഈ കഴിവുകളെന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി, എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ? അതേ മുത്തശ്ശി, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണഴും ഭവാൻ. ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ. സമയം കിട്ടുമ്പോഴൊക്കെ ജ്ഞാനപ്പാന പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി. ഉണ്ണിയല്ല, വിശ്വനാഥൻ. എനിക്കെല്ലാം ഒന്നാ. എന്റെ മോനെ, ഇന്തൊരു കഥയില്ലാത്തോള. കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്ത് മിടിക്കുക. ബുദ്ധിയില്ല എന്നുള്ളത് പോട്ടെ, അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി. വിശ്വ, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെയോ? ആ, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കായിരുന്നു. വരും. അതെ, ഓവർ ആക്ടിങ് വേണ്ട. ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ആ, ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത്. മോൻ നോക്കണ്ട, മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം. മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല. ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കഴുത്തി കിടക്കട്ടെ. ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു
സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി. ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചു തമ്പുരാനെ പോലെയുണ്ട് അല്ലേ മുത്തശ്ശി? അയ്യോ മുത്തശ്ശി, എന്താ ഈ കാണിച്ചേ? ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നത്? ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട്. തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ. ഒന്നും വേണ്ട മുത്തശ്ശി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയേ. എത്ര മോതിരം കിടന്ന കയ്യാ ഇത്. ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും. ശിവ എന്താ വിശ്വ കേക്കണത്? ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല, അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങ് ഊരി കൊടുക്കു ചേട്ടാ. മുത്തശ്ശി പേടിക്കണ്ട, ഇതാർക്കും കൊടുക്കില്ല. ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാം. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും. പെട്ടിക്കകത്തുനിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നോ? അതേ വിഷയം അതിന് തന്നേക്ക് ചേട്ടാ. തൽക്കാലം ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ഇതാ മുത്തശ്ശി. ഇതാ മോളെ, നീ അകത്ത് കൊണ്ടുപോയി വെക്ക്. ഓ, 1-2 ചൂട് നടന്നതേ ഉള്ളൂ. കാലിനൊക്കെ എന്തൊരു വേദന. ഈശ്വര, നടക്കാൻ പോലും വയ്യ. നല്ല വേദനയുണ്ടോ മുത്തശ്ശി? ഉണ്ടോന്നോ? ദേഹം ആസകലം കോച്ചി വലിക്കുക. ഒരു വാക്ക് എന്നോട് പറയാത്തത് എന്താ? മുത്തശ്ശിക്ക് അറിയോ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട്. അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി, ഏത് വേദനയും പമ്പ കിടക്കും. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ. തടവി കൊടുക്കൂലേ? വേണ്ട കുട്ടി ഇതൊന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ, അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും. തടവി കൊടുക്ക. എവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്, അതൊന്ന് കാണണം. വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും. കണ്ടോ ആത്മാർത്ഥ, കണ്ടോ? ഓ, എന്തൊരു ആശ്വാസം മോളെ. വരുമോനെ, പണ്ട് മുതൽക്കേ ഈ തറവാട്ടിലെ ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിയുണ്ട് ഇവിടെ. അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യരാത്രിയും എല്ലാം ഇന്ന്. വരൂ. മുത്തശ്ശി, മുത്തശ്ശി, ഞാനെന്നാ? വേണ്ട, കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി. നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം. സിസ്റ്റർ ഇവിടെ കിടന്നോളൂ, ഞാൻ പുറത്തെവിടെയെങ്കിലും കിടന്നോളാം.